Hello friends, welcome to another lecture of Make Mechanical Simple. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ KTUവിൻ്റെ പാർട്ട് എയുടെ ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നിന്നും പാർട്ട് എൻ്റെയും പാർട്ട് ബിൻ്റെയും പാർട്ട് സിൻ്റെയും റിവിഷൻ ലെക്ചേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. കുറേ ആൾക്കാർ എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പേഴ്സണലായിട്ട് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഫ്സൽ ഹുസൈൻ. ഞാനിവിടെ പെരിന്തൽമണ്ണ ME എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, ഞാൻ CET എന്നാണ് BTech ഗ്രാജുവേറ്റ് ചെയ്തത് ആൻഡ് MTech ഫ്രം NIT ട്രിച്ചി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. സോ ബിഫോർ ഗോയിങ് ടു ദ ലെക്ചർ, ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, don't forget to subscribe, like, comment and share. See, മെക്കാനിക്സ് ഓഫ് സോളിഡ്സും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സും തമ്മിൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ കാര്യമായൊരു ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നമുക്കൊരു 80 മാർക്ക് വരെ പ്രോബ്ലംസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഫ്ലൂയിഡിൽ നിങ്ങൾക്കൊരു 60 മാർക്സ് വരെ പ്രോബ്ലം എക്സ്പെക്റ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ തിയറിയും കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ പാർട്ട് എ എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന പ്രോബ്ലംസ് ഏതൊക്കെ കാറ്റഗറിയിൽ നിന്നാണെന്നുള്ളതാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് കാറ്റഗറി ഫ്രം ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ദാറ്റ് ഈസ് യൂസിങ് ദിസ് ഇക്വേഷൻ tau is equal to mu du by dy. ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ മാനോമീറ്റേഴ്സിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സിൻ്റെ ഒക്കെ പ്രോബ്ലംസ്. അത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ്. അതേപോലെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ഇത് നിർബന്ധം കേട്ടോ, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസസ്. ഓക്കെ, അതേപോലെ മെറ്റാസെൻട്രിക് ഹൈറ്റ് കാണാനുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് നിർബന്ധമായിട്ടും ചോദിക്കുന്ന പ്രോബ്ലമാണ് ഇതിലേതെങ്കിലും ഒരെണ്ണം, അഥവാ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് വെലോസിറ്റി ആക്സലറേഷൻ കാണാനോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷനും സ്ട്രീം ഫംഗ്ഷനും കാണാനൊക്കെ നമുക്ക് പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ചോദിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് 6 മാർക്കിനാണ്. ആൻഡ് 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമുക്ക് KTUവിൻ്റെ ഇതുവരെ ഉള്ളത്. ആ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ കഴിഞ്ഞ ഏകദേശം ഒരു 18 മാർക്കിന് അഥവാ 3-6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പാർട്ട് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ട്. ബാക്കി 6 മാർക്കിൻ്റെ കൂടെ ഓരോ 4 മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ കൊടുക്കണം. ഞാൻ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് കാറ്റഗറി ഓഫ് പ്രോബ്ലത്തിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഫ്രം ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ ഇവിടെ ഷിയർ സ്ട്രെസ് കാണാനുള്ള പ്രോബ്ലംസാണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആകെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഇക്വേഷനാണ്, ദാറ്റ് ഈസ് tau is equal to mu du by dy. ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്, ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷനിൽ ഞാൻ ഓരോ ടേമും എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. tau എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഷിയർ സ്ട്രെസ്, mu is the dynamic viscosity. സി ഡൈനാമിക് വിസ്കോസിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി പലപ്പോഴും നമുക്ക് പ്രോബ്ലത്തിൽ തരുന്നത് പോയ്സ് എന്നുള്ള യൂണിറ്റിലായിരിക്കും. അപ്പോൾ പോയ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ CGS യൂണിറ്റാണ്. ഓക്കെ, 1 പോയ്സ് ഇസ് ഈക്വൽ ടു 10⁻⁻1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ യൂണിറ്റ് കൺവേർഷൻ നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുക. പോയ്സിൽ തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം, അഥവാ 10⁻⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, ദെൻ ദി ടേം du by dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ചില പ്രോബ്ലത്തിൽ നമുക്ക് ഡൈനാമിക് വിസ്കോസിറ്റി തരുന്നതിന് പകരം കൈനമാറ്റിക് വിസ്കോസിറ്റി ആയിരിക്കും തരുന്നത്. സോ കൈനമാറ്റിക് വിസ്കോസിറ്റി ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് mu by rho, അഥവാ ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ ഇക്വേഷനും ആവശ്യമായിട്ട് വരും. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് ഫ്ലൂയിഡിൽ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ ചില സമയത്ത് ഡെൻസിറ്റി ഡയറക്റ്റ് തരുന്നതിന് പകരം നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തരും. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡെൻസിറ്റി കാണുമെന്ന് നിങ്ങൾക്ക് അറിയാം. ബിക്കോസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ദി ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റിനെ ഡെൻസിറ്റി ഓഫ് വാട്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1000 kg/m³. സി ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയുടെ പ്രോബ്ലംസ് തന്നെ നമുക്ക് പല കാറ്റഗറി ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ടൈപ്പ് 1 പ്രോബ്ലമാണ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ചില സമയത്ത് നമുക്ക് പ്രോബ്ലത്തിൽ എങ്ങനെ തരും, u ആസ് എ ഫങ്ഷൻ ഓഫ് y, ദാറ്റ് ഈസ് വെലോസിറ്റി പ്രൊഫൈൽ ആസ് എ ഫങ്ഷൻ ഓഫ് y. ഓക്കെ, സോ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ u is equal to 2/3y minus y² തന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് എന്ത് കണ്ടുപിടിക്കാം, വി ക്യാൻ ഫൈൻഡ് du by dy by ഡിഫറൻഷ്യേറ്റിംഗ്, that is the velocity gradient, right? അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, വിൽ ഗെറ്റ് 2/3 minus
2y. Then നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും find the shear stress at a distance y is equal to 0.15 meter. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? y is equal to 0.15 മീറ്ററിൽ അഥവാ ഇവിടെ ഈ വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? 0.15 കൊടുക്കും. അപ്പോൾ നമുക്ക് du/dy വാല്യൂ കിട്ടും. ഡൈനാമിക് വിസ്കോസിറ്റി പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. സോ വി ക്യാൻ ഫൈൻഡ് ദി ഷിയർ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് 2 പ്രോബ്ലമാണ് മൂവിങ് ഓഫ് എ പ്ലേറ്റ്. ദാറ്റ് മീൻസ് നമുക്കൊരു ഫിക്സ്ഡ് സർഫസ് നിന്നും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളോട് ചോദിക്കും വാട്ട് ഈസ് ദി ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് ദിസ് പ്ലേറ്റ് അറ്റ് എ പെർട്ടിക്കുലർ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ടാവും. അതേപോലെ ഇതിൻ്റെ ഇടയിലുള്ള ഇതിൻ്റെ ഇടയിൽ ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ആ ലിക്വിഡിൻ്റെ ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ കൈനമാറ്റിക് വിസ്കോസിറ്റിയും ഡെൻസിറ്റിയും തന്നിട്ടുണ്ടാവും. അതിന് നമുക്ക് ഡൈനാമിക് വിസ്കോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രോബ്ലം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഫോഴ്സ് അല്ല ആദ്യം കണ്ടുപിടിക്കുക. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാം. നമുക്ക് മ്യൂ അറിയാം. du എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ഫിക്സ്ഡ് എൻഡിലെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടുത്തെ വെലോസിറ്റി u ആയിരിക്കും. അപ്പോൾ du എന്ന് പറയുന്നത് എന്തായിരിക്കും? u മൈനസ് 0, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് u. അപ്പോൾ duക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ dy എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പ്ലേറ്റ്സ്. അപ്പോൾ dyക്ക് പകരം നമുക്ക് എന്തെടുക്കാം? വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഷിയർ സ്ട്രെസ് കിട്ടും. വൺസ് ഷിയർ സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഫോഴ്സ്. എങ്ങനെ ഫോഴ്സ് കാണാം? ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഓക്കെ, അഥവാ ഈ പാരലൽ ആയിട്ടുള്ള ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ടാവും, പ്ലേറ്റിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിൽ നിന്ന് ഫോഴ്സ് റിക്വയർഡ് കാണാൻ പറ്റും. ഓക്കെ, ചില സമയത്ത് പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുണ്ടാവും വാട്ട് ഈസ് ദ പവർ റിക്വയർഡ്. അപ്പോൾ ഫോഴ്സും വെലോസിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? പവർ ഇസ് ഈക്വൽ ടു നത്തിങ് ബട്ട് F ഇൻറ്റു u അല്ലേ? സോ ഈ ഇക്വേഷനും നിങ്ങൾക്ക് ഓർമ്മിക്കണം. ഓക്കെ, ഇതൊക്കെ ബേസിക് ഇക്വേഷൻസ് ആണ്, നമ്മൾ +2 ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഓക്കെ, ഇനിയും ഇങ്ങനെ ഫ്ലാറ്റ് സർഫസിലൂടെ മൂവ് ചെയ്യുന്ന പ്ലേറ്റ് അല്ലാതെ ചില സമയത്ത് ഇൻക്ലൈൻ സർഫസിലൂടെ മൂവ് ചെയ്യുന്ന പ്ലേറ്റും നമുക്ക് ചോദിക്കാറുണ്ട്. അഥവാ ലെറ്റ്സ് സേ ഒരു 30 ഡിഗ്രി ആംഗിളുള്ള ഒരു ഇൻക്ലൈൻ സർഫസിലൂടെ ഒരു പ്ലേറ്റ് സ്ലൈഡ് ഡൗൺ ചെയ്യുന്നുണ്ട് വിത്ത് വെലോസിറ്റി u is equal to 0.3 meter per second. ഓക്കെ, ആൻഡ് ഈ പ്ലേറ്റിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ വെയിറ്റ് കാരണം തന്നെ ഇത് സ്ലൈഡ് ഡൗൺ ചെയ്യുന്നുണ്ടെന്ന് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആംഗിൾ 30 ആണെങ്കിൽ നമുക്കറിയാം ഈ ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ വെയിറ്റിൻ്റെ കോസ് കമ്പോണൻറ്റ് അഥവാ കോസ് 60 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറക്ഷനിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അഥവാ ജസ്റ്റ് ഫൈൻഡ് w cos 60. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് നമുക്ക് കിട്ടി. ഈ ഫോഴ്സ് കാരണം ഇത് u 0.3 മീറ്റർ പെർ സെക്കൻഡിൽ സ്ലൈഡ് ഡൗൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദി ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ദിസ് ഫ്ലൂയിഡ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കാണാം. ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമിക് വിസ്കോസിറ്റി കണ്ടുപിടിക്കാവുന്നതാണ്. ചിലപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ നമുക്കിത് ചോദിക്കാം. അഥവാ 2 ഫിക്സ്ഡ് സർഫസിൻ്റെ ഇടയിൽ ഇവിടെ കംപ്ലീറ്റ് ഒരു ലിക്വിഡ് ഉണ്ടാവും വിത്ത് സം ഡൈനാമിക് വിസ്കോസിറ്റി. എന്നിട്ട് ഇതിലൂടെ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് നമുക്ക് മൂവ് ചെയ്യണം വിത്ത് സം വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡിസ്റ്റൻസുകളൊക്കെ തന്നിട്ടുണ്ടാവും. 2 സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസും ചിലപ്പോൾ ഈക്വൽ ആയിരിക്കാം, ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറയും വാട്ട് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് ദിസ് പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ സൈഡത്തെയും ഷിയർ സ്ട്രെസ് നമ്മൾ സെപ്പറേറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. അഥവാ ഈ സൈഡിലുള്ള ഷിയർ സ്ട്രെസ് നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ദാറ്റ് ലെറ്റ്സ് സേ ദാറ്റ് ഈസ് τ1. τ1 ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് F1. ഓക്കെ, അതേപോലെ ഈ സൈഡിൽ നമുക്കൊരു τ2 ഉണ്ടാവും. ദാറ്റ് τ2 ഇൻറ്റു A2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ബി ഗെറ്റിംഗ് ദി വാല്യൂ ഓഫ് F2. അപ്പോൾ F1 F2 കിട്ടിക്കഴിഞ്ഞാൽ F1 F2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദി ടോട്ടൽ ഫോഴ്സ് ദാറ്റ് ഈസ് F is equal to F1 plus F2. നെക്സ്റ്റ് കാറ്റഗറി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് വെൻ എ ഷാഫ്റ്റ് ഈസ് മൂവിങ് ഇൻസൈഡ് എ ബിയറിംഗ്. അപ്പോൾ നമുക്കിവിടെ ഷാഫ്റ്റ് മൂവ് ചെയ്യുന്ന RPM ആണ് യൂഷ്വലി തരിക. ഓക്കെ, അപ്പോൾ RPM കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ്ട്രീം റേഡിയസിലുള്ള വെലോസിറ്റി കാണാൻ പറ്റും.
ദാറ്റ് ഈസ് u is equal to pi dn by 60. ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ pi dn by 60 ഉപയോഗിച്ചിട്ട് നമുക്ക് വെലോസിറ്റി കിട്ടും, അഥവാ ഇവിടുത്തൊക്കെ വെലോസിറ്റി കിട്ടും. ഓക്കെ, ഇവിടെ ഈ ഷാഫ്റ്റിൻ്റെയും ബിയറിങ്ങിൻ്റെ ഇടയിൽ നമ്മളൊരു ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ആ ഓയിലിൻ്റെ ഡൈനാമിക് വിസ്കോസിറ്റി നമുക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൈനമാറ്റിക് വിസ്കോസിറ്റിയും റോവും തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് മിക്കവാറും ചോദിച്ചിട്ടുണ്ടാവുക വാട്ട് ഈസ് ദ പവർ ലോസ്റ്റ് ഇൻ ദിസ് ബിയറിംഗ്. ഓക്കെ, പവർ എങ്ങനെ ലോസ്റ്റ് ആവുന്നത്? കാരണം ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ, ആ ഫ്രിക്ഷൻ കാരണമാണ് പവർ ലോസ്റ്റ് ചെയ്യുന്നത്, ആ വിസ്കോസിറ്റി കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ഷിയർ സ്ട്രെസ്സ് കാണണം. ഷിയർ സ്ട്രെസ്സ് കാണുന്നത് നമ്മൾ ഇത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്, ടോ ഇസ് ഈക്വൽ ടു മ്യൂ du by dy. അപ്പോൾ ഇവിടെ duക്ക് നമുക്ക് du എന്ന് എടുക്കാം, dy എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് dy എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെസ്സ് കിട്ടും. ഷിയർ സ്ട്രെസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷിയർ ഫോഴ്സ് കാണാൻ അറിയാം, ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ ഏത് ഏരിയയാണ് നമ്മൾ എടുക്കേണ്ടത്? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ലാറ്ററൽ സർഫസ് ഏരിയയാണ്. ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സിലിണ്ടറിനെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് എന്തുണ്ടാവും? ഓയിൽ ഉണ്ടാവും. അതിലൂടെയാണ് ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ ദാറ്റ് ഈസ് A is equal to 2 pi r into L. L എന്ന് പറയുന്നത് ഈ ബിയറിങ്ങിൻ്റെ ലെങ്ത് ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഏരിയ കാണേണ്ടത്. ഓക്കെ, സോ വൺസ് നമുക്ക് ഷിയർ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഫോഴ്സ് ഇൻറ്റു ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് റേഡിയസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് ദി ടോർക്ക്. ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ദാറ്റ് ഈസ് പവർ ഇസ് ഈക്വൽ ടു 2 pi nt ഡിവൈഡഡ് ബൈ 60. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ട് ഈസ് എ പവർ ലോസ്റ്റ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇത്തരം പ്രോബ്ലംസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനോമീറ്റേഴ്സ് ആണ്. നമുക്കറിയാം മാനോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ പ്രഷർ മെഷറിംഗ് ഡിവൈസസ് ആണ്. സോ വി ഹാവ് സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റേഴ്സ് ലൈക്ക് ദീസ് ആൻഡ് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റേഴ്സ്. സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു മെഷർ പ്രഷർ അറ്റ് എ പോയിൻറ്റ്. ഒരു പോയിൻറ്റിലെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റേഴ്സിൻ്റെ ഒരു എൻഡ് ഒരു പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതർ എൻഡ് വിൽ ബി ഫ്രീ ടു അറ്റ്മോസ്ഫിയർ, ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. ഓൺ ദി അതർ ഹാൻഡ് ഇൻ ദി കേസ് ഓഫ് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് അതിൻ്റെ രണ്ട് എൻഡും രണ്ട് ഡിഫറെൻറ്റ് പൈപ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് വിൽ ഗെറ്റ് ദി പ്രഷർ ഡിഫറൻസ് ഇൻ ദാറ്റ്. ഓക്കെ, സോ ഞാനിവിടെ ഫസ്റ്റ് രണ്ട് സിമ്പിൾ മാനോമീറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. വൺ ഈസ് ഫോർ ഗേജ് പ്രഷർ ഇൻ ദ പൈപ്പ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫോർ വാക്വം പ്രഷർ ഇൻ ദ പൈപ്പ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഗേജ് പ്രഷർ എന്താണെന്നും വാക്വം പ്രഷർ എന്താണെന്നൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളിത് ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങളാണ്, ഫ്ലൂയിഡിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഗേജ് പ്രഷർ വാക്വം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്കതിനെ ഗേജ് പ്രഷർ എന്ന് വിളിക്കാം. അപ്പോൾ ദിസ് ഈസ് എ ഗേജ് പ്രഷർ. ഓക്കെ, ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും താഴെയുള്ള പ്രഷറിനെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? വാക്വം പ്രഷർ എന്ന് വിളിക്കാം. അപ്പോൾ ഈ പോയിന്റിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് വാക്വം പ്രഷറാണ്. ഈ ഗേജ് പ്രഷറും വാക്വം പ്രഷറും നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് സ്കെയിലിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബേസ് ചെയ്തിട്ടുള്ള സ്കെയിലും രണ്ടാമത്തത് അബ്സല്യൂട്ട് സീറോ പ്രഷറിനെ ബേസ് ചെയ്തിട്ടുള്ള സ്കെയിലും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു മാനോമീറ്റേഴ്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് മാനോമീറ്റേഴ്സിൻ്റെ ഒരു ബാലൻസിങ് ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, എങ്ങനെ ബാലൻസിങ് ഇക്വേഷൻ എഴുതാം? ആ ബാലൻസിങ് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അൺനോൺ ആയിട്ട് തന്നിട്ടുണ്ടാവും. ആ അൺനോൺ ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ ബേസിക് തിങ്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് മാനോമീറ്റേഴ്സിൽ നമുക്കറിയാം ഒരു ഹെവി ലിക്വിഡ് ഉണ്ടാവും. യൂഷ്വലി മെർക്കുറി ആയിരിക്കും. ഓക്കെ, മെർക്കുറി ആയിരിക്കും യൂഷ്വലി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ മെർക്കുറിയുടെ ലെവല് ഇപ്പോൾ അതിൻ്റെ ബോട്ടം ലെവലിൽ നമ്മൾ റെഫറൻസ് ലൈൻ വരയ്ക്കാം. അഥവാ മെർക്കുറിക്ക് നമുക്ക് രണ്ട് ലെവൽ ഉണ്ടാവും, ഇവിടെ ഒരു ലെവൽ ഉണ്ടാവും, അതേപോലെ ഇവിടെ ഒരു ലെവലുണ്ട് അല്ലേ. അപ്പോൾ ബോട്ടം ലെവലിൽ നമ്മൾ റെഫറൻസ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും നമ്മൾ പ്രഷർ ബാലൻസ് ചെയ്ത് എഴുതുക. അത്രേ ഇതിൽ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഈ കേസിൽ കാണിച്ചു തരാം. ഇവിടുത്തെ പ്രഷർ എത്രയാണ്? ഇതിൻ്റെ മുകളിലേക്കുള്ള കംപ്ലീറ്റ് പ്രഷേഴ്സ് ആഡ് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് പി പ്ലസ്, സപ്പോസ് ഈ പൈപ്പിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ പി ആണെന്ന് വിചാരിക്കാം. സോ പി പ്ലസ് ആൻഡ് ഈ ലെഫ്റ്റ് ലിംബിൽ ഇത്രയും ഹൈറ്റ് കാരണം ഉണ്ടാകുന്ന പ്രഷർ എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി ρ1 GH1. ρ1 എന്ന് പറയുന്നത് ഇതിൽ ഉള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡെൻസിറ്റി തരുന്നതിന് പകരം നമുക്ക് ചിലപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി തരാം, S1 തരാം. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു റോ ഓഫ് വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ρ1 കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
സോ P1 പ്ലസ് റോ 1 ജി എച്ച് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി റൈറ്റ് ലിമ്പിൽ നമുക്ക് എന്താണുള്ളത്, റൈറ്റ് ലിമ്പിൽ നമുക്കുള്ളത് റോ 2 ജി എച്ച് 2 അത്രയേ ഉള്ളൂ. ഓക്കെ, റോ 2 ജി എച്ച് 2 ദാറ്റ് മീൻസ് റോ 2 എന്ന് പറയുന്നത് ഈ ഹെവി ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ആയിരിക്കും, എച്ച് 2 എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ബാലൻസിങ് ഇക്വേഷൻ എഴുതുക. ചിലപ്പോൾ നമ്മളോട് അതിൽ ചോദിച്ചിട്ടുണ്ടാവും, നമുക്ക് ഈ എച്ച് 2 കാണാനായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്രഷർ തന്നിട്ടുണ്ടാവില്ല, എച്ച് 1 എച്ച് 2 ഒക്കെ തന്നിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് പ്രഷർ കാണാനായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. സോ ഇത് ഗേജ് പ്രഷറിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും. കാരണം ഗേജ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പൈപ്പിലെ പ്രഷർ കൂടുതലാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും, അതുകൊണ്ടാണ് ഇവിടെ മെർക്കുറിയുടെ ലെവൽ താഴ്ന്നു നിന്നത്. ഓക്കെ, ഇനി വാക്വം പ്രഷറിൻ്റെ കേസിൽ നോക്കും, ലെഫ്റ്റ് ലിമ്പിൽ മെർക്കുറിയുടെ ലെവൽ എന്താണ്, കൂടുതലാണ് കമ്പയറിങ് ടു ദ റൈറ്റ് ലിംബ്. കാരണം ഇവിടെ പ്രഷർ എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറവാണ്, അപ്പോൾ ലെഫ്റ്റ് ലിമ്പിലാണ് പ്രഷർ കുറവ്. ഓക്കെ, അപ്പോൾ മെർക്കുറിയുടെ ലെവൽ ഇവിടെ താഴേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഈ ബോട്ടം ലൈനാണ് ഇവിടെ റെഫറൻസ് ലൈനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ബാലൻസിങ് ഇക്വേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ലിമ്പിൽ നമുക്ക് എന്തൊക്കെ പ്രഷർ ഉണ്ട്, പി പ്ലസ് റോ 1 ജി എച്ച് 1 പ്ലസ് റോ 2 ജി എച്ച് 2, കാരണം ഇത്രയും ഹൈറ്റിൽ എച്ച് 2 ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി റൈറ്റ് ലിമ്പിൽ നമുക്ക് എന്തെങ്കിലും പ്രഷർ ഉണ്ടോ, ഇല്ല, ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് 0. അപ്പം ഞാനിവിടെ ഇക്വേഷൻ എഴുതുന്നത് ബേസ്ഡ് ഓൺ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലൈനാണ്. ഓക്കെ, കാരണം ഇല്ലെങ്കിൽ ഇവിടെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ടാവും, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന ആൻസേഴ്സും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ബാലൻസിങ് ഇക്വേഷൻ എഴുതാൻ മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ലെഫ്റ്റ് ലിമ്പും റൈറ്റ് ലിമ്പും ബാലൻസ് ചെയ്ത് എഴുതുക ബേസ്ഡ് ഓൺ എ റെഫറൻസ് ലൈൻ. അപ്പോൾ ഈ റെഫറൻസ് ലൈൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ റെഫറൻസ് ലൈനിൻ്റെ താഴെ എപ്പോഴും ഒരേ ലിക്വിഡ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സി ഹിയർ, ഈ റെഫറൻസ് ലൈനിൻ്റെ താഴെ ആ ഹെവി ലിക്വിഡ് മാത്രമേ വരുന്നുള്ളൂ. കാരണം അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ റെഫറൻസ് ലൈനിൻ്റെ താഴെ ഉള്ള പ്രഷർ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്ത് പോകും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാനോമീറ്റേഴ്സിനും ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, സോ പലപ്പോഴും സ്റ്റുഡൻസിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മാനോമീറ്റേഴ്സിൻ്റെ ഫിഗർ മിക്കവാറും ഡയറക്റ്റ് തന്നോളണമെന്നില്ല. ഓക്കെ, ഇങ്ങനെ പ്രോബ്ലം ഡിസ്ക്രിപ്റ്റീവായിട്ട് തരുമ്പോൾ സ്റ്റുഡൻസിന് അത് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നിട്ടുള്ള കാര്യം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വായിച്ചിട്ട് ഇതുപോലുള്ളൊരു ഫിഗർ വരച്ചെടുക്കണം. ഓക്കെ, ഇൻ ദിസ് കേസ് എ ട്യൂബ് ട്യൂബ് ഡിഫറൻഷ്യൽ മെർക്കുറി മാനോമീറ്റർ ഇസ് കണക്റ്റഡ് ബിറ്റ്വീൻ 2 pipes X and Y. പൈപ്പ് എക്സ് കണ്ടെയ്ൻസ് എ ഫ്ലൂയിഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ റോ കിട്ടും. ഓക്കെ, ഡെൻസിറ്റി കിട്ടും അണ്ടർ എ പ്രഷർ ഓഫ് 103 kN/m². അപ്പോൾ ഇതിനെ നമ്മൾ ഇൻറ്റു 10⁻³ ചെയ്യണം, ബിക്കോസ് ഇവിടെ കിലോ വരുന്നുണ്ട്. ആൻഡ് പൈപ്പ് വൈ കണ്ടെയ്ൻസ് ആൻ ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെയും സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് തന്നിട്ടുള്ളത്, ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അണ്ടർ എ പ്രഷർ ഓഫ് 172 kN/m². ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പൈപ്പ് വൈയിലെ പ്രഷറാണ് പൈപ്പ് എക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ. അപ്പോൾ ഞാൻ ഇതാണ് പൈപ്പ് വൈ ആയിട്ട് എടുത്തിട്ടുള്ളത്, ഇതാണ് എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൈപ്പ് വൈയിൽ കണക്ട് ചെയ്തിട്ടുള്ള ലിമ്പിലുള്ള മെർക്കുറി ലെവല് പൈപ്പ് എക്സിലുള്ള മെർക്കുറി ലെവലിനേക്കാളും താന്നിട്ടായിരിക്കും. കാരണം ഇവിടെയാണ് പ്രഷർ കൂടുതൽ. ഓക്കെ, ഇപ്പോൾ മെർക്കുറി ലെവൽ ഇവിടെ കുറഞ്ഞിട്ട് തന്നെ നിങ്ങൾ വരയ്ക്കണം, ഇങ്ങനെ തന്നെ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, പൈപ്പ് എക്സ് ഈസ് 2.5 മീറ്റർ എബവ് പൈപ്പ് വൈ. അപ്പോൾ ആ കാര്യം തന്നിട്ടുണ്ട്. പൈപ്പ് വൈനെ കമ്പയർ ചെയ്യുമ്പോൾ പൈപ്പ് എക്സ് 2.5 മീറ്റർ മുകളിലാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, ആൻഡ് ദി മെർക്കുറി ലെവൽ ഇൻ ദ ലിംബ് കണക്റ്റഡ് ടു പൈപ്പ് എക്സ് ഈസ് 1.5 മീറ്റർ ബിലോ ദി സെൻറ്റർ ലൈൻ ഓഫ് പൈപ്പ് വൈ. പൈപ്പ് വൈയുടെ സെൻറ്റർ ലൈനിൽ നിന്ന് 1.5 മീറ്റർ താഴെയാണ് ഈ ലിംബിലുള്ള മെർക്കുറിയുടെ ലെവൽ. അതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, the level of mercury in the limb connected to pipe Y is below the level of mercury. ഇതിലുള്ള മെർക്കുറിയുടെ ലെവൽ ഇതിനേക്കാളും താന്നിട്ടാണെന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഇത് ചിലപ്പോൾ തന്നോളന്നില്ല, നമുക്കിത് ബൈ ഹാർട്ടായിട്ട് അറിയണം. ഓക്കെ, 13.6 ആണ് മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, ഫൈൻഡ് ദി മാനോമീറ്റർ റീഡിങ് ഇൻ സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ എച്ച് മാനോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, മെർക്കുറിയുടെ ലെവൽ ഡിഫറൻസ് ആണ് മാനോമീറ്റർ റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളെ ഇവിടുത്തെ പ്രോബ്ലം. ഞാൻ തന്നിട്ടുള്ള ഡാറ്റയൊക്കെ ഇവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. ഓക്കെ, കിലോ ന്യൂട്ടനൊക്കെ ഞാൻ ന്യൂട്ടണിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഡെൻസിറ്റീസൊക്കെ സ്പെസിഫിക് ഗ്രാവിറ്റിയൊക്കെ ഡെൻസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എവിടെയാണോ പ്രഷർ കൂടുതലുള്ളത് ആ സൈഡിലായിരിക്കും മെർക്കുറിയുടെ ലെവൽ താന്നിരിക്കുക. അവിടെയാണ് നമ്മൾ റെഫറൻസ് ലൈന് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ സിമ്പിൾ മാനോമീറ്റേഴ്സിൽ ചെയ്ത അതേ പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ജസ്റ്റ് ബാലൻസ് ദി ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ്. ഇപ്പോൾ ഞാൻ ബാലൻസിങ് ഇക്വേഷൻ എഴുതുകയാണ് ഇവിടെ. സോ ബാലൻസിങ് ഇക്വേഷൻ എഴുതുമ്പോൾ
Px is the pressure in pipe X plus ഇത്രയും ഹൈറ്റിൽ ആ ലിക്വിഡ് ഉണ്ട് അല്ലേ, അതിലുള്ള ലിക്വിഡ് അഥവാ ആ പൈപ്പിലുള്ള ലിക്വിഡ്. അപ്പോൾ നമുക്ക് എഴുതാം റോ എക്സ് ജി ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, ദാറ്റ് ഈസ് 1.5 പ്ലസ് 2.5 പ്ലസ് 1.5 ദാറ്റ് ഈസ് 4 മീറ്റർ. ഓക്കെ, ഹൈറ്റ് എപ്പോഴും നിങ്ങൾ മീറ്ററിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, സെൻറ്റിമീറ്ററിലാണ് ചില സമയത്ത് ഇവിടെ തരിക, അപ്പോൾ നിങ്ങളത് മീറ്ററിൽ കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, സോ പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇതും കൂടി കൺസിഡർ ചെയ്യണം അതിൻ്റെ ലെഫ്റ്റ് ലിംബ് എന്ന് പറയുമ്പോൾ. സോ പ്ലസ് റോ മെർക്കുറിയുടെ റോ ഇൻറ്റു ജി ഇൻറ്റു ഇത് എത്ര ഹൈറ്റാണ്, ദാറ്റ് വി ക്യാൻ ടേക്ക് ആസ് എച്ച്, ബിക്കോസ് അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട സാധനം. എച്ചിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ലിംബിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്, പി വൈ ഉണ്ട്, പ്രഷർ ഇൻ ദ പൈപ്പ് വൈ, പ്ലസ് നമുക്ക് ഇത്രയും ഹൈറ്റിൽ ആ ലിക്വിഡ് ഉണ്ട് അഥവാ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ഉള്ള ലിക്വിഡ് ഉണ്ട്. അപ്പോൾ ഈ ഹൈറ്റിനെ നമുക്ക് മൊത്തത്തിൽ എങ്ങനെ എഴുതാം, റോ വൈ G into that height is H plus 1.5 right, H plus 1.5 കാരണം ഈ ഹൈറ്റ് 1.5 ആണ് നമുക്കറിയാം. സോ ദിസ് ഈസ് H, സോ നമുക്കിത് H plus 1.5 എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡാറ്റയും ഗിവൺ ആണ്, ഓൺലി അൺനോൺ എന്ന് പറയുന്നത് ഈ H മാത്രമാണ് അൺനോൺ. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുത്തൂടെ. ഓക്കെ, അത്രേ ഉള്ളൂ, ഈ പ്രോബ്ലം തീർന്നു. നിങ്ങൾക്ക് ഏകദേശം അതിന് 6 മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ബാലൻസിങ് ഇക്വേഷൻ എഴുതാൻ അറിഞ്ഞു കഴിഞ്ഞാൽ മാനോമീറ്റേഴ്സിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഞാനിവിടെ ഒരു ഇൻവേർട്ടഡ് മാനോമീറ്റർ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവേർട്ടഡ് മാനോമീറ്ററും ഇതേ സംഭവം തന്നെയാണ്, ഇവിടെ ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇൻവേർട്ടഡ് മാനോമീറ്റേഴ്സിൽ എപ്പോഴും ലിക്വിഡ് ലൈറ്റ് ലിക്വിഡ് ആയിരിക്കും, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലൈറ്റ് ലിക്വിഡ്. ഓക്കെ, അഥവാ 1നേക്കാളും സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞ ലിക്വിഡ് ആയിരിക്കും മിക്കവാറും തന്നിട്ടുണ്ടാവാം. ഇപ്പോൾ ഇവിടെ പ്രഷർ എ ഈസ് ഗ്രേറ്റർ ദാൻ പ്രഷർ ബി ആണ്, അഥവാ ഇവിടുത്തെ പ്രഷർ കൂടുതലാണ് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഈ മെർക്കുറി ലെവൽ എന്തായിരിക്കും, മുകളിലേക്ക് പോകും. ഓക്കെ, കാരണം ഇവിടെ പ്രഷർ കൂടുതലാകുമ്പോൾ മെർക്കുറി ലെവൽ മുകളിലേക്ക് പോകും, ഇവിടെ താഴ്ന്നു കിടക്കും. അപ്പോൾ ഇവിടെ നമ്മൾ റെഫറൻസ് ലൈൻ എപ്പോഴും എടുക്കേണ്ടത് ഏറ്റവും മുകളിലുള്ള ലെവലാണ്, ലിക്വിഡിൻ്റെ ലെവലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ബിക്കോസ് എന്നാലേ ഈ രണ്ട് സൈഡും ബാലൻസ് ആയിട്ട് പോവുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ബാലൻസിങ് ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയൊക്കെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, പ്രഷർ ഇൻ എക്സ് പ്ലസ് അങ്ങനെ റോ ജി എക്സ് അങ്ങനെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം, പി എ മൈനസ് റോ 1 ജി എച്ച് 1 ഇങ്ങനെയാണ് ഈ കേസിൽ ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ബി മൈനസ് റോ 2 G H2 minus we have the light liquid. അപ്പോൾ അതിനെ നമുക്ക് റോ എൽ എന്ന് വിളിക്കാം, റോ എൽ ജി എച്ച്. ഓക്കെ, അപ്പോൾ ഈ പ്രഷറിൻ്റെ പൈപ്പ്സ് നിന്ന് നമ്മൾ ബാക്കിയുള്ള ഹൈറ്റിലുള്ള പ്രഷേഴ്സ് അല്ലെങ്കിൽ കോളത്തിൽ വരുന്ന പ്രഷേഴ്സ് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഇൻവേർട്ടഡ് മാനോമീറ്ററിൻ്റെ പ്രോബ്ലം വരികയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, that's all about manometers. See, next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസസ് ആണ്. സോ ഇതിൽ നമുക്ക് ബേസിക്കലി ചോദിക്കുന്നത് ടു ഫൈൻഡ് ടോട്ടൽ പ്രഷർ ആൻഡ് ടു ഫൈൻഡ് ദി സെൻറ്റർ ഓഫ് പ്രഷർ. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്മേർജ്ഡ് ബോഡിയിൽ അല്ലെങ്കിൽ ഒരു സബ്മേർജ്ഡ് പ്ലെയിൻ സർഫസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിനെയാണ് ആക്ച്വലി ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഓൺ എ സബ്മേർജ്ഡ് ബോഡി. ഓക്കെ, സോ ഇത് ആക്ച്വലി ഇതിൻ്റെ പേര് ടോട്ടൽ പ്രഷർ എന്നാണെങ്കിലും ഇത് ആക്ച്വലി ഒരു ഫോഴ്സാണ്. ആൻഡ് ഇതിൻ്റെ യൂണിറ്റ് എന്താണ്, ഇതിൻ്റെ യൂണിറ്റ് വിൽ ബി ന്യൂട്ടൺ. ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ബേസിക്കലി 3 കേസസ് ആണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. ഒന്നൊരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ്, സെക്കൻഡ് വൺ ഈസ് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ്, ആൻഡ് തേർഡ് വൺ ഈസ് എ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ്. ഓക്കെ, സോ ഇതിൽ ടോട്ടൽ പ്രഷറിന് 3 കേസിലും നമുക്ക് ഒരേ ഇക്വേഷനാണ്, ദാറ്റ് ഈസ് റോ ജി എ എച്ച് ബാർ. ഇതിൽ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി സർഫസ്, എച്ച് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഏരിയ ഫ്രം ദി ഫ്രീ സർഫസ്. അഥവാ ഫ്രീ സർഫസിൽ നിന്ന് ആ ഏരിയയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, എച്ച് ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് 3 കേസിലും ടോട്ടൽ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ സെയിം ആണ്. ഇതിന് നമ്മൾ എഫ് എന്നാണ് സിമ്പിൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ,
Now, center of pressure in the equation, vertical plane surface in the case, that is H star is equal to Ig by AH bar plus H bar. Ig that is the moment of inertia through the center of gravity. And H star in the case of horizontal plane surface coincides H bar. Because horizontal plane surface no one horizontal surface, free surface nundadennengil adinte H barum H starum endu cheyum coincide cheyum. Okay. Next one is inclined plane surface. ഈ ഇക്വേഷൻ്റെ കൂടെ ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻ ആയി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഈ ഐ ജിയുടെ കൂടെ ഒരു സൈൻ സ്ക്വയർ തീറ്റയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് ആയി. ഈ തീറ്റ എന്ന് പറയുന്നത് ആ പ്ലെയിൻ ഇൻക്ലൈൻഡ് ചെയ്യുന്ന ആംഗിളാണ് വിത്ത് ദി ഫ്രീ സർഫസ് ഓഫ് ദി വാട്ടർ. അഥവാ ഫ്രീ സർഫസ് ആയിട്ട് ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇങ്ങനെ ഒരു ബോഡിയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളാണ് തീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഇനി നമുക്ക് ഓരോ കേസസും നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കേസ് വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൻ്റെ കേസിൽ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ഇവിടെ ഒരു റെക്ടാങ്കുലർ പ്ലെയിൻ ബോഡിയാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അത് വെർട്ടിക്കലി ആണ് കേട്ടോ. ഓക്കെ, വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളത് വെർട്ടിക്കലിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ എൻഡ് 2.5 മീറ്റർ ബിലോ ദി ഫ്രീ സർഫസ് ഓഫ് ദി ലിക്വിഡ്. അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വിൽ ബി സംവെയർ ഹിയർ. സെൻറ്റർ ഓഫ് പ്രഷർ എപ്പോഴും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ താഴെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഇവിടുന്ന് ഫ്രീ സർഫസിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എച്ച് ബാർ എന്ന് പറയുന്നത്. ഫ്രീ സർഫസിൽ നിന്ന് സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എച്ച് സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ ഞാനിവിടെ എങ്ങനെ റോ ജി എച്ച് ബാർ കാണാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. റോ നമുക്ക് തന്നിട്ടുണ്ടാവും, ജി നമുക്കറിയാം. റോ എന്ന് പറയുന്നത് ഇവിടെ ഏത് ലിക്വിഡിലാണോ നമ്മൾ സർഫസ് ഇമ്മേഴ്സ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡെൻസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ സർഫസിൻ്റെ ഏരിയ, ദാറ്റ് ഈസ് 2 × 3 × എച്ച് ബാർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? സോ എച്ച് ബാർ നിങ്ങൾ സെപ്പറേറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 2.5 ദിസ് ഡിസ്റ്റൻസ് പ്ലസ് ഈ 3ൻ്റെ ഹാഫ് ആയിരിക്കും എന്ത് എച്ച് ബാർ എന്ന് പറയുന്നത്. സോ 3/2. സോ 2.5 പ്ലസ് 1.5 ദാറ്റ് ഈസ് 4 മീറ്റർ. സോ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ പ്രഷറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇവിടുന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളല്ലേ? ഇതിന് 6 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ എച്ച് സ്റ്റാർ ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ഐ ജി നിങ്ങൾക്കറിയാം BD3/12 ആണ്. ദാറ്റ് ഈസ് ബേസ് 2 മീറ്റർ × 3³ ഡിവൈഡഡ് ബൈ 12. ഇത് നിങ്ങൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്യുക. ഐ ജിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എച്ച് ബാർ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എച്ച് സ്റ്റാറിൻ്റെ വാല്യൂം കിട്ടും. സോ നെക്സ്റ്റ് നമുക്കൊരു ഇൻക്ലൈൻ പ്ലെയിൻ സർഫസിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഞാനിവിടെ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. എ ട്രയാങ്കുലർ പ്ലേറ്റ് ഓഫ് ബേസ് വിഡ്ത്ത് 2 മീറ്റർ ഞാനിവിടെ ഷോ ചെയ്തിട്ടുണ്ട് ആൻഡ് ഹൈറ്റ് 3 മീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 3 മീറ്റർ ആണ്. ഇസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ വാട്ടറാണ്, വാട്ടർ ഡെൻസിറ്റി നമുക്കറിയാം. പ്ലെയിൻ മേക്കിംഗ് ആൻ ആംഗിൾ 60 ഡിഗ്രിയാണത് മേക്ക് ചെയ്യുന്ന ആംഗിൾ വിത്ത് ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ഡിറ്റർമിൻ ദി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് ആൻഡ് ദി സെൻറ്റർ ഓഫ് പ്രഷർ വെൻ ദി അപ്പെക്സ് ഓഫ് ദി ട്രയാങ്കിൾ ലൈസ് 5 മീറ്റർ ബിലോ ദി ഫ്രീ സർഫസ് ഓഫ് ദി വാട്ടർ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ അപ്പെക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇയാളല്ലേ. ഓക്കെ. സോ അപ്പെക്സ് 5 മീറ്റർ ബിലോ ആണ് കിടക്കുന്നത് ഫ്രീ സർഫസിന്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ കേസിൽ നമ്മൾ ആക്ച്വലി ഇവിടെ ഇതിൻ്റെ സൈഡ് വ്യൂവും അതേപോലെ ഇതിൻ്റെ പ്ലാനുമാണ് വരയ്ക്കുന്നത്. അഥവാ ഇവിടെ പ്ലെയിൻ കിടക്കുന്നത്, വാട്ടറിൽ കിടക്കുന്നത് ഇങ്ങനെയാണ് പ്ലെയിൻ കിടക്കുന്നത്, ട്രയാങ്കിൾ കിടക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോഴുള്ള പ്ലാൻ അഥവാ ടോപ്പ് വ്യൂ ഇവിടെ നിന്നുള്ള പ്ലാനാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ. സോ ദാറ്റ് ഈസ് എ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ ഡയമെൻഷൻസ് ഒക്കെ മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ചില ഡയമെൻഷൻസ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം, ചില ഡയമെൻഷൻസ് നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്യാം. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അപ്പെക്സുമായിട്ട് 5 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം F is equal to ρg A H bar ആണ്. അപ്പോൾ റോ നമുക്കറിയാം, ജി അറിയാം, ഏരിയ നമുക്കറിയാം. ട്രയാങ്കിളിൻ്റെ കേസിൽ ഏരിയ നിങ്ങളെങ്ങനെ കാണുക? ഏരിയ ഇസ് ഈക്വൽ ടു ½ BH. അപ്പോൾ ബേസ് 2 മീറ്റർ ആണ്, ഹൈറ്റ് 3 മീറ്റർ ആണ്. അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏരിയയുടെ വാല്യൂ കിട്ടും. ഓക്കെ. ഇനി എച്ച് ബാർ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എപ്പോഴും അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും 2/3 ഡിസ്റ്റൻസ് ഫ്രം ദി അപ്പെക്സ് അല്ലെങ്കിൽ 1/3 ഡിസ്റ്റൻസ് ഫ്രം ദി ബേസ് ആയിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം.
ഓക്കെ, സോ ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ്, ടോട്ടൽ ഹൈറ്റ് 3 മീറ്റർ ആണ്. അപ്പോൾ 2/3 ഓഫ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 2 മീറ്റർ. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അപ്പെക്സ് എന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് h ബാർ ആണ്. അപ്പോൾ ഇത് ഫ്രം ദിസ് ജോമെട്രി ഓഫ് ദിസ് ഫിഗർ ഹൗ ക്യാൻ വി ഇവാലുവേറ്റ് h ബാർ? ഓക്കെ, ഇവിടെ നമുക്ക് ഈ ആംഗിൾ 60 ഡിഗ്രി എന്നറിയാം, ഇത് 5 മീറ്ററോ എന്നറിയാം. അപ്പോൾ നമുക്കിവിടെ സൈൻ 60 എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെനസ് എന്ന് പറയുന്നത് OA ആണ്. അതിൽ നിന്നും നമുക്ക് ഈ OA ഇവാലുവേറ്റ് ചെയ്യാം. അഥവാ സൈൻ 60 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സൈൻ 60 ഈസ് 5 മീറ്റർ ഡിവൈഡഡ് ബൈ OA. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് OA ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ OA കിട്ടിക്കഴിഞ്ഞാൽ OA പ്ലസ് 2 മീറ്റർ കിട്ടി, നമുക്ക് ഈ ആംഗിൾ അറിയാം. ഓക്കെ, അഥവാ സൈൻ 60 നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് h ബാർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, ഇൻ ദിസ് കേസ് ഈസ് OG. അപ്പോൾ OGയുടെ ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റർ പ്ലസ് OA നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് h ബാറും ഇവാലുവേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ കിട്ടിയ h ബാർ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ പ്രഷർ ഫോഴ്സ് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താണ്? സെൻറ്റർ ഓഫ് പ്രഷറാണ്. സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, IG ഡിവൈഡഡ് ബൈ IG സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ AH ബാർ പ്ലസ് h ബാർ ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് IG കാണാൻ അറിയാം, h ബാർ നമുക്ക് ഓൾറെഡി കിട്ടി, തീറ്റയുടെ വാല്യൂ കിട്ടി. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് h സ്റ്റാറും കിട്ടി. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ആകെ h ബാർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, h ബാർ കാണുമ്പോൾ ഈ ജോമെട്രി ഒന്ന് നോക്കുക, ആംഗിളുകൾ എടുത്തിട്ട് വേണം, സൈൻ 60 എടുത്തിട്ട് വേണം, അല്ലെങ്കിൽ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിന്ന് h ബാറിൻ്റെ വാല്യൂ കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലമാണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇൻക്ലൈൻ പ്ലെയിൻ സർഫസിൻ്റെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്നുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റിൻ്റെ പ്രോബ്ലത്തിൽ ഇതേപോലൊരു ഫ്ലോട്ടിംഗ് ബോഡി ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു പോർഷൻ ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സബ്മേർജ് ചെയ്തിട്ടുണ്ടാവും, ഒരു പോർഷൻ വാട്ടർ ലെവലിൻ്റെ മുകളിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, സോ എന്താണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് മെറ്റാസെൻറ്റർ. ഓക്കെ, സോ എന്താണ് മെറ്റാസെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളൊരു ഫ്ലോട്ടിംഗ് ബോഡിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് എബൌട്ട് എ പോയിൻറ്റ്. ഓക്കെ, ആ പോയിൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? മെറ്റാസെൻറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെറ്റാസെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി മെറ്റാസെൻട്രിക് ഹൈറ്റ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഓൾറെഡി ഡിറൈവ്ഡ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക, ഇത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനും. ഓക്കെ, സോ ദാറ്റ് ഈസ് I/V minus BG. I will explain each and every term. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ദി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. പക്ഷേ എവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ്? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി പ്ലാൻ ഓഫ് ദി ബോഡി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലാനിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് ഓഫ് ദി ബോഡി എബൌട്ട് YY ആക്സിസ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ബോഡി തന്നു കഴിഞ്ഞാൽ ഇത് എലിവേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്ലാന് കിട്ടും, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഈ പ്ലാനിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് YY ആക്സിസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇൻ ദിസ് കേസ് ദി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിൽ ബി I is equal to 5 into 3 cube divided by 12. കാരണം 5 ആണ് ഇവിടുത്തെ ബേസ് വരിക. BD cube is 3 cube divided by 12. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, വേറൊരു കാര്യം V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ വോള്യൂം ഓഫ് ദി ബോഡി സബ്മേർജ്ഡ് ഇൻ വാട്ടർ. സബ്മേർജ് ചെയ്ത പോർഷൻ്റെ വോള്യൂം നമ്മൾ വേറെ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ അറിയണം. ഓക്കെ, ചില പ്രോബ്ലത്തിൽ ഈ ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ എച്ചിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ്ലി ഗിവൺ ആയിരിക്കും. ഓക്കെ, ചില പ്രോബ്ലത്തിൽ നമ്മളത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറയാം. ബിഫോർ ദാറ്റ് വാട്ട് ഈസ് BG? BG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ബോയൻസി ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. എന്താണ് സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു യൂണിഫോം ബോഡിക്ക് സബ്മേർജ് ചെയ്ത പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും അത്. അപ്പോൾ ഇൻ ദിസ് കേസ് സപ്പോസ്
ഇത് സബ്മേർജ് ചെയ്ത പോർഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ എച്ച് ആണ് ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ എങ്കിൽ അതിൻ്റെ കറക്റ്റ് ഹാഫിലായിരിക്കും സെൻറ്റർ ഓഫ് ബോയൻസി വരുന്നത്. ഓക്കെ, അതുപോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്കറിയാം ബോഡിയുടെ മൊത്തം സെൻറ്ററിലായിരിക്കും വരുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ, ദിസ് ഈസ് ട്രൂ ഫോർ ഇൻ ദ കേസ് ഓഫ് യൂണിഫോം ബോഡി. നമുക്ക് പ്രോബ്ലത്തിൽ തരുന്നതൊക്കെ യൂണിഫോമുള്ള ബോഡി തന്നെ ആയിരിക്കും, യൂണിഫോമിലി മെറ്റീരിയൽ ഫില്ല് ചെയ്ത ബോഡി തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്കിവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ ബി ജി കാണാനും അല്ലെങ്കിൽ വോള്യം കാണാനും ഒക്കെ നമുക്ക് ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ്റെ ആവശ്യമുണ്ട്. അഥവാ ഈ എച്ച് ഞാൻ പറഞ്ഞു, ഈ എച്ചിൻ്റെ വാല്യൂ നമുക്ക് പല പ്രോബ്ലത്തിലും ഡയറക്റ്റ് തരും, ചില പ്രോബ്ലത്തിലൊക്കെ ഡയറക്റ്റ് തരും. പക്ഷേ ചില പ്രോബ്ലത്തിൽ അത് ഡയറക്റ്റ് തരത്തില്ല. പകരം നമുക്ക് എന്ത് തരും? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ബോഡി ഈസ് 0.6 അല്ലെങ്കിൽ 0.8 അങ്ങനെയൊക്കെ തരും. അഥവാ ഈ ബോഡിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇത്രയാണെന്ന് പറഞ്ഞിട്ട് തരും. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൻ്റെ സഹായം തേടേണ്ടത്. ഇല്ലെങ്കിൽ ഈ ബോഡിയുടെ ഇക്വിലിബ്രിയം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഈ ബോഡിയുടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് രണ്ട് ഫോഴ്സുകളാണ്. ഏതൊക്കെയാണത്? ഒന്ന് വെർട്ടിക്കലി ഡൗൺവേർഡ്, അതിൻ്റെ വെയ്റ്റ് ഓഫ് ദി ബോഡി ആക്ട് ചെയ്യുന്നുണ്ടാവും. വെയ്റ്റ് ഓഫ് ദി ബോഡി വിൽ ബി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. അതേപോലെ വെർട്ടിക്കലി അപ്വേർഡ് നമുക്ക് എന്തുണ്ടാവും? ബോയൻ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇത് രണ്ടും എന്തിൽ? ഇക്വിലിബ്രിയത്തിലായിരിക്കും അല്ലേ? ഫോർ ഇക്വിലിബ്രിയം ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെയ്റ്റ് ഓഫ് ദി ബോഡി ഇസ് ഈക്വൽ ടു ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ബോയൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയ്റ്റ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ് അല്ലേ? ഡിസ്പ്ലേസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ വെയിറ്റ് ആണ് എന്തിന് ഈക്വൽ ആയിരിക്കുക? ബോയൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് അക്കോർഡിംഗ് ടു ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന്ന് എങ്ങനെ നമുക്ക് ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ കാണാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വെയ്റ്റ് ഓഫ് ദി ബോഡി നമുക്ക് എങ്ങനെ എഴുതാം? റോ ഓഫ് ബോഡി ഇൻറ്റു ജി ഇൻറ്റു വോള്യൂം ഓഫ് ദി ബോഡി. വോള്യൂം ഓഫ് ദി ബോഡി ഇങ്ങനെ തന്നെ എഴുതിക്കോളൂ. അപ്പോൾ റോ ഓഫ് ബോഡി കാണാൻ നമുക്ക് എന്താവശ്യമായിട്ട് വരും? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു റോ ഓഫ് വാട്ടർ ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത് റോ ഓഫ് വാട്ടർ. സപ്പോസ് വാട്ടർ ആണ് ലിക്വിഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, റോ ഓഫ് വാട്ടർ ഇൻറ്റു ജി ഇൻറ്റു വോള്യൂം ഓഫ് ദി ഡിസ്പ്ലേസ്ഡ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് പി, റൈറ്റ്? സോ ഇവിടെ നമുക്ക് ജി ക്യാൻസൽ ചെയ്യാം. ആൻഡ് റോ ഓഫ് ബോഡിക്ക് പകരം ഞാൻ ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ടേംസിൽ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബോഡി ഇൻറ്റു റോ ഓഫ് വാട്ടർ ഇൻറ്റു വോള്യൂം ഓഫ് ബോഡി. നമുക്ക് എന്തെഴുതാം? വോള്യൂം ഓഫ് ബോഡി ഈസ് 3 ഇൻറ്റു 2 ഇൻറ്റു 5. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഓഫ് വാട്ടർ ഇൻറ്റു ജി ക്യാൻസൽ ചെയ്തു. വോള്യൂം ഓഫ് ദി സബ്മേർജ്ഡ് പോർഷൻ. സബ്മേർജ്ഡ് പോർഷൻ്റെ വോള്യത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു എച്ച് ഇൻറ്റു 5, റൈറ്റ്? സോ ഇവിടെ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ നോക്കൂ. റോ വാട്ടർ 2 ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. 3 and 5 നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, സോ ഫൈനലി വാട്ട് വി ഹാവ് ഗോട്ട് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബോഡി ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ബോഡി. അപ്പോൾ നിങ്ങൾക്ക് ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ കാണാൻ ആക്ച്വലി നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് പഠിച്ചാൽ മതി. അഥവാ ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ ഇസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ബോഡി. ഈ ഹൈറ്റിനെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ബോഡി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പ്രൊവൈഡഡ് ഇതെപ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് തന്നിരിക്കുന്ന ലിക്വിഡ് വാട്ടർ ആണെങ്കിൽ മാത്രമേ ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ഇത് കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ വാല്യൂ വാട്ടർ ആണ് ലിക്വിഡ് എങ്കിൽ, തന്ന ലിക്വിഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ എച്ചിൻ്റെ വാല്യൂ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബോഡി ഉണ്ട്, അതിൻ്റെ ഹൈറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ കിട്ടും. ഓക്കെ, ഡെപ്ത് ഓഫ് ഇമ്മേർഷൻ കിട്ടിക്കഴിഞ്ഞാൽ അഥവാ എച്ചിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് ഈ വോള്യം കാണാൻ ഹൈറ്റ് വേണം. ഓക്കെ, ആ വോള്യം ഞാനിവിടെ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 3 ഇൻറ്റു എച്ച് ഇൻറ്റു 5 ആണ്. അപ്പോൾ അതിൽ കൊടുത്താൽ മതി. ഓക്കെ, ബി ജി കാണണം എന്നുണ്ടെങ്കിൽ ബി ജി നമ്മളെങ്ങനെ കാണാം? ബി ജി ഇസ് ഈക്വൽ ടു
ദ ഡിസ്റ്റൻസ് ബി ജി എ ജി മൈനസ് എ ബി ചെയ്താൽ മതി അല്ലേ. എ ജി മൈനസ് എ ബി. എ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1. അപ്പോൾ 1 മൈനസ് അഥവാ 2ൻ്റെ പകുതിയാണ് എ ജി വരിക. അപ്പോൾ 1 മൈനസ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ചിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ എച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി ജിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ആ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് കാണാൻ പറ്റും. ഓക്കെ, സോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആണ്. സോ നമുക്കറിയാം ഒരു ഫ്ലൂയിഡ് ഫ്ലോയിലെ റിസൾട്ടൻറ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു യു ഐ പ്ലസ് വി ജെ പ്ലസ് ഡബ്ല്യു കെ. ഇവിടെ യു വി ആൻഡ് ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദി കമ്പോണൻസ് ഓഫ് വെലോസിറ്റി ഇൻ എക്സ് വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻസ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ആൻഡ് അതിൻ്റെ റിസൾട്ടൻ്റ് കാണുന്നുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ചെയ്താൽ മതി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഈ ഇക്വേഷനും നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, ആൻഡ് യു വി ആൻഡ് ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഫങ്ഷൻസ് ഓഫ് സ്പേസ് കോർഡിനേറ്റ്സ് ആൻഡ് ടൈം കോർഡിനേറ്റ്സ്. ഇവിടെ സ്പേസ് കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ആൻഡ് ടൈം കോർഡിനേറ്റ്സ് ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്ന് റിസൾട്ടൻറ്റ് വെലോസിറ്റി കാണാവുന്നതാണ്. സോ നെക്സ്റ്റ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എങ്ങനെ കാണാമെന്നുള്ളത് നോക്കാം. To find acceleration equation, what you have to do? Simply differentiate velocity components in that particular directions. അപ്പോൾ എക്സ് ഡയറക്ഷനിലെ ആക്സലറേഷൻ കമ്പോണൻറ്റ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് യുവിനെ ടൈമുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ ആ ഡിഫറൻഷ്യേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ബിക്കോസ് യു എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആൻഡ് ടി. ഓക്കെ, സോ വി ഹാവ് ടു അപ്ലൈ ചെയിൻ റൂൾ ഓഫ് ഡിഫറൻഷ്യേഷൻ ഹിയർ. സോ ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി and dou u by dou y into dy by dt. I hope you know all these things. ഇപ്പോൾ ഇവിടെ dx by dt, dy by dt and dz by dt എന്നൊക്കെ പറഞ്ഞാൽ that's again u, v and w. So finally നമുക്ക് ax എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. That is u dou u by dou x, v dou u by dou y and w dou u by dou z and dou u by dou t. Because ഇവിടെ നമുക്ക് dt by dt എന്നാണ് വരിക. ഓക്കെ, സോ അത് എഴുതേണ്ട കാര്യമില്ല. സോ സിമിലർലി നമുക്ക് ഇതേപോലെ വൈ ഡയറക്ഷണൽ ആക്സലറേഷൻ്റെ കമ്പോണൻറ്റും സെഡ് ഡയറക്ഷണൽ ആക്സലറേഷൻ്റെ കമ്പോണൻറ്റും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഓരോ ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ്റെ കമ്പോണൻറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഓക്കെ, ഇതിൻ്റെ ഫോമാറ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. സി ഇവിടെ ഒരെണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം എഴുതാം. ഓക്കെ, ഇവിടെ എല്ലാ യുവും റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈ ഡയറക്ഷനിലെ എല്ലാ യു റിപ്ലേസ് ചെയ്ത് നിങ്ങൾ വി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈ ഡയറക്ഷനിൽ ആക്സലറേഷൻ്റെ കമ്പൗണ്ട് കിട്ടും. അതുപോലെ വി റിപ്ലേസ് ചെയ്ത് ഡബ്ല്യു ആക്കി കഴിഞ്ഞാൽ ഇസഡ് ഡയറക്ഷനിലുള്ള കമ്പൗണ്ട് കിട്ടും. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. ഓക്കെ, ആൻഡ് ടോട്ടൽ ആക്സലറേഷൻ, ദാറ്റ് ഈസ് ദ റിസൾട്ടൻറ്റ് ആക്സലറേഷൻ ഇൻ വെക്റ്റർ ഫോമാറ്റ് ഈസ് ദിസ്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ. ആൻഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷനാണിത്. ദാറ്റ് ഈസ് സിമിലർ ടു ദിസ് വൺ. ഇനി നമുക്ക് ഈ ടോട്ടൽ ആക്സലറേഷനെ രണ്ടായിട്ട് ആക്ച്വലി സ്പ്ലിറ്റ് ചെയ്യാം. അഥവാ ടൈമിൻ്റെ ടേമിനെ, ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോക്കൽ ആക്സലറേഷൻ. ലോക്കൽ ആക്സലറേഷൻ. സോ ദിസ് ഈസ് ലോക്കൽ ആക്സലറേഷൻ. ബാക്കി റിമൈനിങ് ടേംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺവെക്റ്റീവ് ആക്സലറേഷൻ. സോ ചില പ്രോബ്ലത്തിൽ നമ്മളോട് ലോക്കൽ ആക്സലറേഷൻ ആൻഡ് കൺവെക്റ്റീവ് ആക്സലറേഷൻ സെപ്പറേറ്റ് കാണാനായിട്ട് പറയുന്നതാണ്. ഓക്കെ, സോ കൺവെക്റ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. ഓക്കെ, അതിൽ സ്പേസ് കോർഡിനേറ്റ്സ് മാത്രമേ വരത്തുള്ളൂ. ലോക്കൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ സ്പേസ് കോർഡിനേറ്റ്സ് വരുന്നില്ല, ടൈം കോർഡിനേറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക നിങ്ങൾ. സോ നെക്സ്റ്റ് നമുക്ക് വെലോസിറ്റി ആൻഡ് ആക്സലറേഷനിലെ ഒരു യൂണിവേഴ്സിറ്റി പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഒരു വെലോസിറ്റി ഫീൽഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വി ഹാവ് ടു കമ്പ്യൂട്ട് ദി വെലോസിറ്റി, ലോക്കൽ ആക്സലറേഷൻ ആൻഡ് കൺവെക്റ്റീവ് ആക്സലറേഷൻ അറ്റ് എ പോയിൻറ്റ് 1 to 0. അപ്പോൾ ഞാൻ ആ പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട്. സോ വെലോസിറ്റി ഫീൽഡ് ഇതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഐയുടെ കമ്പോണൻ്റ് ആണ് യു എന്നറിയാം. സോ യു ഇസ് ഈക്വൽ ടു 2y സ്ക്വയർ ആൻഡ് വി ഇസ് ഈക്വൽ ടു 3x ആൻഡ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി കാണാൻ ഒരു പണിയില്ല, വളരെ സിമ്പിളാണ്. ഇതിൽ നിന്നും നമുക്ക് യു ഇവാലുവേറ്റ് ചെയ്യാം. വൈയുടെ വാല്യൂ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 2 ഇൻറ്റു y square is 2 square. So like that we can evaluate the value of v and w also, and we can use this equation root of u square plus v square plus w square. That is the final velocity. Okay,
സോ വെലോസിറ്റി കാണാൻ വളരെ സിമ്പിളാണ്. പക്ഷേ ആക്സിലറേഷൻ കാണുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ആക്സിലറേഷൻ്റെ ഒരു കമ്പോണൻറ്റിൻ്റെ ആക്സിലറേഷൻ്റെ ടേമിൽ തന്നെ നമുക്ക് ഒരുപാട് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യാനുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ പാർഷ്യൽ ഡിഫറൻഷിയേഷനിൽ കുറേ ടേമൊക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് u എന്ന് പറഞ്ഞാൽ എന്താണ്, 2y² ആണ്. നമുക്ക് ∂u/∂x കണ്ടു നോക്കാം. ∂u/∂x എന്താണ്, 0 ആയിരിക്കും. ബിക്കോസ് അതിൽ എക്സിൻ്റെ ടേം ഒന്നുമില്ല. ഓക്കെ, അതേപോലെ നമ്മൾ ∂u/∂y കാണുമ്പോൾ ദാറ്റ് വിൽ ബി 2 × 2 4y എന്ന് കിട്ടും. ഓക്കെ, ∂u/∂z കാണുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. കാരണം അതിൽ ഇസഡിൻ്റെ ടേമില്ല. അപ്പോൾ ഇത് വളരെ സുഖമായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ ടേമും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AXൻ്റെ വാല്യൂ XY Z ടേമിൽ കിട്ടും. അങ്ങനെ കണ്ടതിൻ്റെ ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഈ 1 to 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് AXനൊരു വാല്യൂ കിട്ടും, ഒരു മാഗ്നിറ്റ്യൂഡ് കിട്ടും. അതേപോലെ AY കണ്ടുപിടിക്കുക, AZ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ, ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമ്മളോട് ലോക്കൽ ആക്സലറേഷനും കൺവെക്റ്റീവ് ആക്സലറേഷനും സെപ്പറേറ്റ് ആയിട്ടാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ചില പ്രോബ്ലത്തിൽ നമ്മളോട് ആക്സലറേഷൻ കാണാൻ പറയും. അപ്പോൾ നമ്മൾ ടോട്ടൽ ആക്സലറേഷനാണ് കാണേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കൺവെക്റ്റീവ് പാർട്ട് സെപ്പറേറ്റും ലോക്കൽ പാർട്ട് സെപ്പറേറ്റും കാണാം. എന്നിട്ടാണ് നമ്മൾ ആക്സലറേഷൻ കാണേണ്ടത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഈ വെലോസിറ്റി പ്രൊഫൈൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈമിൻ്റെ ടേം ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലോക്കൽ ആക്സലറേഷൻ ഈ കേസിൽ എന്തായിരിക്കും, 0 ആയിരിക്കും, ലോക്കൽ ആക്സലറേഷൻ. ഓക്കെ, കൺവെക്റ്റീവ് ആക്സലറേഷന് മാത്രമേ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതേപോലെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പോൾ ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ചില സമയത്ത് നമ്മളോട് പറയും കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ∂u/∂xഉം ∂v/∂yഉം ∂w/∂zഉം കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി 0 കിട്ടും, പ്രൂവ് ചെയ്യാൻ പറഞ്ഞ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷനും അതേപോലെ വെലോസിറ്റി സ്ട്രീം ഫംഗ്ഷനും എന്താണെന്നുള്ളത് നോക്കാം. വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നമുക്കറിയാം, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ φ ആണ്. ആൻഡ് അതിൻ്റെ പ്രത്യേകത എന്താണ്, നെഗറ്റീവ് ഡെറിവേറ്റീവ് ഇൻ എനി പെർട്ടിക്കുലർ ഡയറക്ഷൻ ഗിവ്സ് ദി വെലോസിറ്റി കമ്പോണൻറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഞാൻ അതിൻ്റെ ഇക്വേഷൻസ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, അഥവാ എക്സ് ഡയറക്ഷനിൽ നെഗറ്റീവ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണൻറ്റ് കിട്ടും. അതേപോലെ തന്നെ വൈ ഡയറക്ഷനിലെയും ഇസഡ് ഡയറക്ഷനിലെയും. ഓക്കെ, സോ ഈ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, സോ ദർ ആർ സർട്ടൻ പ്രോപ്പർട്ടീസ് ഓഫ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, 2 പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ? ഇഫ് φ എക്സിസ്റ്റ് ദ ഫ്ലോ ഷുഡ് ബി ഇറോട്ടേഷണൽ. അത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കറിയാം ആ ഫ്ലോ ഇറോട്ടേഷണൽ ആയിരിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. വാട്ട് ഈസ് സെക്കൻഡ് പ്രോപ്പർട്ടി? ഇഫ് φ സാറ്റിസ്ഫൈ ലാപ്ലേസ് ഇക്വേഷൻ it is a possible case of steady incompressible rotational flow. സോ എന്താണ് ലാപ്ലേസ് ഇക്വേഷൻ? ഫൈയുടെ ടേമിൽ നമ്മൾ ലാപ്ലേസ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വരും ലാപ്ലേസ് ഇക്വേഷൻ. ഓക്കെ, സോ ∂² φ/∂x² എക്സെട്ര ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇത് സ്ട്രീം ഫംഗ്ഷനിൽ നമ്മൾ ലാപ്ലേസ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ φ മാറി എന്തായി മാറും, ഫൈക്ക് പകരം അവിടെ ψ ആയി മാറും. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ it is a possible case of steady incompressible rotational flow ആണ് സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്ട്രീം ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ? സ്ട്രീം ഫംഗ്ഷൻ്റെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നേരെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻ്റ് ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ സ്ട്രീം ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഞാനിവിടെ തന്നിരിക്കുന്നത് നോക്കൂ. സ്ട്രീം ഫംഗ്ഷൻ അഥവാ ∂ψ/∂x ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് v ആണ് കിട്ടുക, ∂ψ/∂y ചെയ്ത് കഴിഞ്ഞാൽ -u ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻസും നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് പഠിക്കാനൊരു പണിയില്ല. ഓക്കെ, ഇവിടെ ഈ നെഗറ്റീവിൻ്റെ കാര്യം ഒന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതേപോലെ സ്ട്രീം ഫംഗ്ഷൻ നമ്മൾ 2 ഡയമെൻഷണൽ ഫ്ലോക്ക് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രീം ഫംഗ്ഷൻ: if psi exists, flow may be rotational or irrotational. Okay, and second property is if psi satisfy the Laplace equation, flow is irrotational. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ പ്രോപ്പർട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് പലപ്പോഴും ഫ്ലോ ഇറോട്ടേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷനും സ്ട്രീം ഫംഗ്ഷൻസിനും എങ്ങനെ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഫൈയോ സൈയോ തന്നിട്ടുണ്ടാവും ആസ് എ ഫംഗ്ഷൻ ഓഫ് x and y and z. എന്നിട്ട് നമ്മളോട് വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി വെലോസിറ്റി കമ്പോണൻസ് ഇൻ എക്സ് വൈ ആൻഡ് z ഡയറക്ഷൻസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ദിസ് റിലേഷൻഷിപ്പ്. സപ്പോസ് നമുക്ക് φ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം?
അതിൻ്റെ നെഗറ്റീവ് ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് UVW കിട്ടും. അതേപോലെ നമുക്കിപ്പോൾ സൈ ആണ് തരുന്നെങ്കിൽ സൈ ഓർത്തിരിക്കുക, സൈ എപ്പോഴും 2 ഡയമെൻഷനിൽ മാത്രമാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എക്സും വൈയും അതുപോലെ യുവും വിയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സൈ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ്സ് എടുത്തു കഴിഞ്ഞാൽ യുവും വിയും ഇതേപോലെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൺലി തിങ് ഈസ് നിങ്ങൾക്ക് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യാൻ അറിയോ, നിങ്ങൾക്ക് ഇതിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഓർ സൈ മേ ബി ഗിവൺ. ഫൈയോ സൈയോ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടുണ്ടാവും, എന്നിട്ട് മറ്റേത് കണ്ടുപിടിക്കാൻ പറയും. അഥവാ ഫൈ തന്നിട്ട് നമ്മളോട് പറയും സൈ ഡിറ്റർമിൻ ചെയ്യാൻ, അല്ലെങ്കിൽ സൈ തന്നിട്ട് നമ്മളോട് പറയും ഫൈ ഡിറ്റർമിൻ ചെയ്യാനും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അതേപോലെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും ചില പ്രോബ്ലംസിൽ ഷോ ദാറ്റ് ഫൈ എക്സിസ്റ്റ്, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. ഇല്ലെങ്കിൽ അതേപോലെ തന്നെ വേറൊരു കാറ്റഗറിയാണ് ഷോ ദാറ്റ് ദ ഫ്ലോ ഈസ് റൊട്ടേഷണൽ. ഓക്കെ, അപ്പോൾ ഇത്തരം കേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഷോ ദാറ്റ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ ഫ്ലോ ഈസ് കണ്ടിന്യൂസ്. ഫ്ലോ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്കറിയാം, 3 ഡയമെൻഷണൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് ചില പ്രോബ്ലത്തിൽ നമുക്ക് യുവും വിയും അല്ലെങ്കിൽ ഡബ്ല്യു ഒക്കെ തരും, എന്നിട്ട് നമ്മളോട് പറയും പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡെറിവേറ്റീവ്സ് എടുക്കുക, എന്നിട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 0 കിട്ടുന്നുണ്ട് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ ഷോ ദാറ്റ് ഫ്ലോ ഈസ് ഇറൊട്ടേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്ട്രീം ഫംഗ്ഷൻ തരും. സ്ട്രീം ഫംഗ്ഷൻ തന്നിട്ട് നമ്മളോട് പറയും ഷോ ദാറ്റ് ഫ്ലോ ഈസ് ഇറൊട്ടേഷണൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം സ്ട്രീം ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഇഫ് സൈ സാറ്റിസ്ഫൈ ലാപ്ലേസ് ഇക്വേഷൻ ഫ്ലോ ഈസ് ഇറൊട്ടേഷണൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇത് പ്രൂവ് ചെയ്താൽ മതി. ബിക്കോസ് മൂന്നാമത്തെ ടേം ഉണ്ടാവില്ല, ബിക്കോസ് സൈ എപ്പോഴും 2 ഡയമെൻഷനിൽ മാത്രമാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നോക്കാം. എങ്ങനെ ചെയ്യാന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ സ്ട്രീം ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, സൈ ഈസ് ഈക്വൽ ടു 2xy. ചെക്ക് വെദർ ദ ഫ്ലോ ഈസ് കണ്ടിന്യൂസ് ഓർ ഇറൊട്ടേഷണൽ. അപ്പോൾ നമുക്കറിയാം സ്ട്രീം ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടിയാണ്. സ്ട്രീം ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോ എന്തായിരിക്കും? ഇറൊട്ടേഷണൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കൂ, ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഫൈ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 2y മൈനസ് 1. ഡിറ്റർമിൻ ദ വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ ഈ പോർഷൻ നോക്കൂ, ഡിറ്റർമിൻ ആൾസോ ദി വാല്യൂ ഓഫ് സ്ട്രീം ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഫൈ തന്നിട്ട് സ്ട്രീം ഫംഗ്ഷൻ ചോദിച്ചിട്ടാണ്. ഇതേപോലെ സൈ തന്നിട്ട് നമ്മളോട് പൊട്ടൻഷ്യൽ ഫംഗ്ഷനും ചോദിക്കാം. അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കാം. ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? വെലോസിറ്റി അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, സോ നമുക്കറിയാം u is equal to minus dou phi by dou x ആണെന്നറിയാം. ഓക്കെ, സോ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫൈയുടെ വാല്യൂ എന്താണ്? എക്സ് മൈനസ് 2y മൈനസ് 1, റൈറ്റ്? അപ്പോൾ ഇത് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2y മൈനസ് 1 എന്ന് കിട്ടും. ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ട്, ഈ മൈനസ് വരും. ഓക്കെ, സോ ദാറ്റ് വിൽ ബി 1 മൈനസ് 2y എന്ന് കിട്ടും. അപ്പോൾ യുവിൻ്റെ വാല്യൂ നമുക്ക് 1 മൈനസ് 2y എന്ന് കിട്ടി. ലെറ്റ് ഇറ്റ് ബി ദർ. സിമിലർലി വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് വി ഓൾസോ. ദാറ്റ് ഈസ് മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് മൈനസ് 2y മൈനസ് 1. ദാറ്റ് ഈസ് ദി ഫംഗ്ഷൻ, റൈറ്റ്? സോ ഇതിനെ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇവിടെ ആകെ 2x മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, സോ ഫൈനലി വാട്ട് വിൽ ഗെറ്റ് ഈസ് മൈനസ് 2x. സോ വിൻ്റെ വാല്യൂ നമുക്ക് മൈനസ് 2x എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് സ്ട്രീം ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. സ്ട്രീം ഫംഗ്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യുവും വിയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിന് സ്ട്രീം ഫംഗ്ഷൻ്റെ വാല്യൂസ് എഴുതാം. നമുക്കറിയാം ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? ദാറ്റ് ഈസ് മൈനസ് യു, റൈറ്റ്? അക്കോർഡിംഗ് ടു സ്ട്രീം ഫംഗ്ഷൻ ഇക്വേഷൻ. സോ മൈനസ് യുവിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, യുവിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ മൈനസ് യു എന്താ വരിക? ദാറ്റ് വിൽ ബി 2y മൈനസ് 1. സോ മൈനസ് ഓഫ് യു ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ നമുക്ക് ഡോ സൈ ബൈ
ഡോ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ദാറ്റ് ഈസ് വി, റൈറ്റ്? സോ വി ഈസ് ഈക്വൽ ടു നമുക്കിവിടെ -2x എന്ന് കിട്ടിയിട്ടുണ്ട്, -2x. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഞാനിവിടെ നോട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 എടുത്തു. ഇക്വേഷൻ 1നെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യും. കാരണം ഇവിടെ താഴെ ഡോ വൈ ആണുള്ളത്. അപ്പോൾ ഞാൻ വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഐ വിൽ ഗെറ്റ് psi is equal to 2y² by 2 minus y plus some constant of integration. ഓക്കെ, അപ്പോൾ ഈ 2 ഗെറ്റ്സ് ക്യാൻസൽ ചെയ്യും, y² minus y plus c എന്നാണ് കിട്ടുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് എഗെയിൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. പക്ഷേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കും. അഥവാ ആദ്യം നമ്മൾ ഒരു ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കാരണം വൈ ഇവിടെ ഈ രണ്ട് വൈ ടേം എന്തായി പോകും? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകും. പക്ഷേ സി കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ സി ക്യാൻ ബി എ ഫങ്ഷൻ ഓഫ് എക്സ്. സി എന്ന് പറയണത് അതൊരു എക്സിൻ്റെ ഫങ്ഷൻ ആയിരിക്കാം. അപ്പോൾ നമുക്കതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതെന്തായിട്ട് മാറും? ഡോ സി ബൈ ഡോ എക്സ് എന്നായിട്ട് മാറും. ഓക്കെ, സോ ഡോ സൈ ബൈ ഡോ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണത്? ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2x ആണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം എന്ത് കൊടുക്കാം? ഡോ സൈ ബൈ ഡോ എക്സിന് പകരം നമുക്ക് -2x എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡോ സി ബൈ ഡോ എക്സിൻ്റെ വാല്യൂ കിട്ടി, ദാറ്റ് ഈസ് -2x. അപ്പോൾ സീൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എഗെയിൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് സീൻ്റെ വാല്യൂ കിട്ടും. സോ സി ഈസ് ഈക്വൽ ടു -2x² by 2 എന്ന് കിട്ടും, റൈറ്റ്? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സോ -x² എന്ന് കിട്ടും സീൻ്റെ വാല്യൂ. അപ്പോൾ ഈ സീൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീം ഫംഗ്ഷൻ കിട്ടും, ദാറ്റ് ഈസ് y² minus y minus x². സോ ഇങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ തന്നിട്ട് സ്ട്രീം ഫംഗ്ഷൻ കാണാനോ, ഇതേപോലെ നമുക്ക് ചിലപ്പോൾ സ്ട്രീം ഫംഗ്ഷൻ തന്നിട്ട് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണാനോ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പ്രൊസീജിയറാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് ക്യാൻ ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡോ സി ബൈ ഡോ എക്സ് എടുത്തത്. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സീൻ്റെ വാല്യൂ കിട്ടും. ആ സീൻ്റെ വാല്യൂ നമ്മൾ തിരിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രീം ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടി. എന്നിട്ട് സ്ട്രീം ഫംഗ്ഷനിൽ വീണ്ടും നമുക്ക് ഈ പോയിൻറ്റിൻ്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കറസ്പോണ്ടിങ് സ്ട്രീം ഫംഗ്ഷൻ്റെ വാല്യൂസ് കിട്ടും.